യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. വീടിന് മുന്നിൽ പോലീസ് കാവലും പട്രോളിംഗും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് പോലീസിന്റെ സുരക്ഷ. ഇന്നലെ രാത്രി മുതലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ, എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ വീടുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് എത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ. നവകേരള സദസ്സിനെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി പോലീസുകാരുടെ മുന്നിലിട്ടാണ് മർദ്ദിച്ചത്. എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപിനും അതിക്രൂരമായി തല്ലിച്ചതച്ച ഗൺമാനു നേരെ പ്രത്യാക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതിനാലാണ് അധിക സുരക്ഷയെന്ന് പോലീസ് പറയുന്നു. ഗൺമാൻ അനിലിന്റെ തിരുവനന്തപുരത്തെ 2 വീടുകളിലും വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത്. അനിൽ താമസിക്കുന്ന പേരൂർക്കടയിലെ വീട്ടിലും നേമത്തെ കല്ലിയൂരുള്ള വീട്ടിലുമാണ് കാവൽ. സന്ദീപിന്റെ മ്യൂസിയം പൊട്ടക്കുഴി ഭാഗത്തുള്ള വീട്ടിനാണ് സംരക്ഷണത്തിനായി പോലീസ് ഉള്ളത്. ഇരുവരുടെയും വീടിന്റെ പരിസരങ്ങളിൽ പോലീസ് പട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചവരെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് നടപ്പാതയോട് ചേർന്നുള്ള കടയുടെ മുന്നിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു അകമ്പടിക്കാറിലെ 3 പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാനും ലാത്തിയുമായി ചാടിയിറങ്ങി മർദ്ദിച്ചത്. ഇടുക്കിയിലെ നവകേരള സദസ്സിനിടെ മാധ്യമ ഫോട്ടോഗ്രാഫറെ ഗൺമാൻ അനിൽ കയ്യേറ്റം ചെയ്തത് നേരത്തെയും വിവാദമായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.